ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ മാസമായി, 2-3 മാസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പം ടൈമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത, ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോസ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു ആഴ്ചത്തെ ലീവിന് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഷോർട്ട് വെക്കേഷനാണ്. അപ്പോൾ ആ ഒരു ടൈം വെച്ച് ഞാൻ നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ ചെയ്ത് പോകാമെന്ന് വെച്ച് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ വീട്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. ഇപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ മുറ്റത്ത് വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മളൊരു പുതിയൊരു കാർ എടുത്തു. അപ്പം ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. കാർ കയറ്റിയിടാനായിട്ടുള്ളൊരു സ്പേസും അതുപോലെ 2-3 സ്റ്റെപ്സും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പം നമ്മൾ നാട്ടിൽ വന്നപ്പം ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. അവർക്കൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞു. വലിയ ലീവൊന്നും ഇല്ല, ഒരാഴ്ചത്തെ ഒരു ലീവിന് വന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് നമ്മൾ പോകും. അതിനനുസരിച്ച് ചുമ്മാതെ അവർക്ക് പുറത്തൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പം നമ്മൾ ആലപ്പുഴ വരെ പോകുന്നില്ല, നമുക്ക് അതിനിപ്പുറം ഒരു എവിടെയെങ്കിലും പോയി കഴിക്കാമെന്നുള്ള ലഞ്ച് കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയതാണ്. മമ്മിയും അപ്പയും മോനും കിച്ചും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വെണ്ണിക്കുളമാണ് ഞങ്ങളുടെ സ്ഥലമേ. അപ്പം നമ്മളിപ്പം ഈ കഴിഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, ഇരുവേരിലുള്ള സെന്റ് ജോൺസ് ഹൈസ്കൂൾ. ഇവിടുത്തെ ഒരു ഫേമസ് സ്കൂളിലാണ്. അപ്പം 10th വരെ ഞാൻ ഇവിടെയായിരുന്നു പഠിച്ചത്. പിന്നെ 11th 12th ഞാൻ നമ്മുടെ നിക്കോൾസൺ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, തിരുവല്ലയിൽ. അപ്പം ആ ഒരു വഴി നമ്മൾ പോകാത്തതുകൊണ്ട് തിരുവല്ല ആ റൂട്ടല്ല നമ്മൾ പോകുന്നത്, പായിപ്പാട് കയറിയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ സ്കൂൾ കാണിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആലപ്പുഴയിലെത്തി. നല്ല പ്രകൃതി രമണീയമായ കാഴ്ച. അപ്പം അങ്ങനെ നമ്മൾ കൈലാസത്തിലെത്തി. ഈ പ്രാവശ്യം നമ്മൾ വേറൊരിടത്തേക്കാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാനെത്തിയത്. കൈലാസം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഈ പ്രാവശ്യം ഇവിടെ നിന്ന് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വെച്ച് നമ്മൾ ഇവിടോട്ടാണ് വന്നത്. ഇത് ഹോം സ്റ്റേ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ബോട്ടിങ് അങ്ങനെയെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവരെ അതെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വേണ്ടപ്പം കുറേ ഹട്ടായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഫുഡ് ഈ പ്രാവശ്യം ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് കപ്പയും ബീഫ് കറിയുമാണ്. ഇപ്പം എല്ലാ വർഷവും നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ഇടത്ത് പോയി നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കൈലാസത്തിൽ നിന്ന് ഫുഡാണ് കഴിക്കുന്നത്. അപ്പം ചോറും കൂട്ടുകറികളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അനൂസിന് പൊറോട്ടയും അപ്പവും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പപ്പയുടെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കൂടെ വന്നായിരുന്നു. അങ്കിളിനെ പിക്കപ്പ് ചെയ്യാനായിരുന്നു ഞങ്ങൾ പായിപ്പാട് വഴി വന്നത്. അപ്പം പപ്പയുടെ ഒരു ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് നല്ല ഒരു അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അധികം ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന ടൈമിൽ. അപ്പം നല്ല ഭക്ഷണം, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് കവിയൂരാണ്. കവിയൂർ പപ്പയുടെ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്ററിനെ കണ്ടുവച്ച് പോകാമെന്ന് വെച്ച് ഞങ്ങൾ ആ വഴി വന്നതാണ്. എന്തായാലും ചെറിയൊരു വെക്കേഷൻ നമ്മൾ ഇറങ്ങിയല്ലേ, അപ്പം പോകുന്ന വഴിയിൽ കാണാവുന്നവരെയൊക്കെ കണ്ടു പോകാമെന്ന് വിചാരിച്ച് അപ്പം കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ നമുക്ക് കയറിയതാണ്. അപ്പം ഇതാണ് എൻ്റെ മാവിയുടെ വീട്. ഞാൻ അകത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല, അവരുടെ അനുവാദം ഇല്ലാതെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഇതാണ് എൻ്റെ മാവി. ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു. അപ്പം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മമ്മിയുടെ വീട്ടിലേക്കാണ്. മമ്മിയുടെ വീട് പുറമറ്റത്താണ്. അവിടെ മമ്മിയുടെ മമ്മിയും മമ്മിയുടെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും ഒക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ അവിടെയും ഒരു ചെറിയൊരു വീഡിയോ മാത്രം ഇങ്ങനെ ജസ്റ്റ് എടുത്തു പോയതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുക.